കഥ നടക്കുന്നത് 2015 മിയാമിയിലുള്ള ഒരു കോടതി മുറിയിലാണ്. ജഡ്ജിന്റെ കസേരയിൽ മിൻഡി ഗ്ലേസർ ഇരിക്കുന്നുണ്ട്. ആർതർ ബൂത്ത് എന്ന് പേരുള്ള ഒരു കുറ്റവാളി പ്രതിക്കൂട്ടിൽ വന്നു നിന്നു. മിൻഡി ഗ്ലേസർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഷണം, പിടിച്ചുപറി, പോലീസിനെ ആക്രമിക്കുക, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ ഈ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിൻഡി ഗ്ലേസർക്ക് ഈ കുറ്റവാളിയെ ഭയങ്കര പരിചയം തോന്നുന്നു. അവന്റെ ഒരു നിൽപ്പും ഭാവവും എല്ലാം എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി. അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി മുറിക്കകത്ത് നിന്ന് തന്നെ ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന്. ആർതർ ബൂത്ത് താൻ പഠിച്ച സ്കൂളിന്റെ പേര് പറഞ്ഞു. അത് ഈ ജഡ്ജായ മിൻഡി ഗ്ലേസർ പഠിച്ച അതേ മിഡിൽ സ്കൂളിന്റെ പേരായിരുന്നു. ഒരേ ക്ലാസ് റൂമിൽ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആണ് അവരെന്ന് അവര് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ആർതർ ബൂത്ത് എന്ന ആ കുറ്റവാളിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ആ മനുഷ്യൻ കോടതി മുറിക്കകത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. തന്റെ ബാല്യകാല സുഹൃത്തിനെ രക്ഷിക്കണോ അതോ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം? മിൻഡി ഗ്ലേസർ എന്ന ആ ജഡ്ജ് അന്ന് അവിടെ ചെയ്ത കാര്യം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. കോടതിക്കകത്തുള്ള മറ്റ് സഹപ്രവർത്തകർക്കൊക്കെ ബൂത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ബൂത്ത് ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബൂത്തിനെ കാണേണ്ടി വന്നതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് കൂടി മിൻഡി ഗ്ലേസർ പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോ സങ്കടം സഹിക്കാനാവാതെ ആർതർ ബൂത്ത് ആ കോടതി മുറിക്കകത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കനായിരുന്ന ബൂത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പല സാഹചര്യങ്ങളിൽ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട ഒരു കുറ്റവാളി ആയിപ്പോയതാണ്. അങ്ങനെ $40,000 ബോണ്ടിൽ ബൂത്തിന് ജാമ്യം അനുവദിച്ചു. ഒപ്പം 10 മാസത്തെ ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു. പക്ഷെ ഈ 10 മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മിൻഡി ഗ്ലേസറിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഒരു ഡ്രഗ് ട്രീറ്റ്മെന്റിനും ബൂത്തിനെ പറഞ്ഞയച്ചു. ആൻഡ് ഈ ഡ്രഗ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഒരു സുഹൃത്ത് വിചാരിച്ചാൽ തീർച്ചയായും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.